നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സ്ത്രീകളിൽ ഇന്നും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ മുഖ ക്യാൻസർ. 95% HPV എന്ന വൈറസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണിത്. ഇത് പ്രിവെൻറ്റ് ചെയ്യുവാൻ ഒരു വാക്സിൻ ഇന്ന് വളരെ സേഫായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള വാക്സിൻ അവൈലബിൾ ആണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ഈ വാക്സിൻ ഉപയോഗിക്കാറില്ല. അതിനാലാണ് ഈ HPV വാക്സിനെക്കുറിച്ചുള്ള ഒരു അവബോധത്തിനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. HPV വൈറസ് എന്ന് പറയുന്ന ഈ വൈറസിന് ഒരു 100-ലധികമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ട്. അതിനകത്ത് ലോ റിസ്ക് ടൈപ്പും ഉണ്ട്, ഹൈ റിസ്ക് ടൈപ്പും ഉണ്ട്. ലോ റിസ്ക് ആണ് കൂടുതലായിട്ടുള്ളത്. 12 ടൈപ്പിൽ കൂടുതലുള്ള ഹൈ റിസ്ക് സ്ട്രെയിനുകളുമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് HPV 16, 18 ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ് ആണ്. യൂഷ്വലി ഈ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് കൊണ്ടുള്ള ക്യാൻസേഴ്സ് ഈ സർവൈക്കൽ ക്യാൻസറിന് പുറമെ സ്ത്രീകളിൽ വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഏനൽ ക്യാൻസർ, അതായത് മലദ്വാരത്തിലെ ക്യാൻസർ, വായുടെ പുറകിലുള്ള ഓറോഫാരിഞ്ചിയൽ ക്യാൻസർ, പുരുഷന്മാരിലാണെങ്കിൽ ലിംഗത്തിലുള്ള ക്യാൻസർ, ഇങ്ങനെ പല വിധത്തിലുള്ള ക്യാൻസറുകൾ ഈ HPV വൈറസ് മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വൈറസിനെയെല്ലാം, ഈ ഇൻഫെക്ഷൻ, ഈ ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യുവാൻ 90% ഈ വാക്സിൻ മുഖാന്തരം സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ HPV ഇൻഫെക്ഷൻ ഉണ്ടാകാം. സാധാരണഗതിയിൽ ഈ ഇൻഫെക്ഷൻ ഒരാൾക്ക് ലഭിച്ചാൽ യൂഷ്വലി ഒരു 2 വർഷത്തിനകം അത് തനിയെ പോകാറുണ്ട്. എന്നാൽ ഇത് പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഹൈ റിസ്ക് ടൈപ്പ് പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണെങ്കിൽ യൂഷ്വലി അത് ക്യാൻസർ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഈ വാക്സിൻ കൊടുക്കാറുള്ളത് ഒരു 11 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ്. ഇവരാണ് പ്രൈമറി ടാർഗറ്റ്. എന്നാൽ 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെയും ഈ വാക്സിൻ സാധാരണ കൊടുക്കാറുണ്ട്. 26 വയസ്സിന് ശേഷവും ചിലർ ഈ വാക്സിൻ 45 വയസ്സ് വരെയും എടുക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വളരെ കുറവാണ്. അതുപോലെ ആൺകുട്ടികൾക്കും നമ്മൾ ഈ വാക്സിൻ അഡ്വൈസ് ചെയ്യും. അവരും ഒരു സെക്കൻഡറി ടാർഗറ്റാണ്. കാരണം 98% ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരുള്ള ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഈ ഇൻഫെക്ഷൻ വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും പുരുഷന്മാരും ഈ ആൺകുട്ടികളും ഈ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വാക്സിൻ എടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളതാണ് സാധാരണ ഒരു സംശയം. സാധാരണ ഇതിന് ആ ഇഞ്ചക്ഷൻ സാധാരണ നമ്മൾ ഒരു മസിലിൽ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് സാധാരണ 15 വയസ്സിൽ താഴെയുള്ളവർക്ക് 2 ഡോസ് മതിയാകും. ആദ്യം ഒരു 0 ഡോസ്, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞുള്ള ഒരു ഇഞ്ചക്ഷൻ, അങ്ങനെ 2 ഡോസ്. പക്ഷേ 15 വയസ്സിന് മുകളിലായാൽ 3 ഡോസ് എടുക്കേണ്ടി വരും. ആദ്യത്തെ 0 ഡോസ്, പിന്നെ 2 മാസം കഴിഞ്ഞ്, പിന്നെ 6 മാസം കഴിഞ്ഞ്, അങ്ങനെ 3 ഡോസ് വേണ്ടി വരും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. ചിലർക്ക് ഒരു അലർജിക് റിയാക്ഷൻ, ചിലർക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിൽ ചെറിയ റെഡ്നെസ്, ചെറിയ ഇച്ചിങ് ഒക്കെ ചിലർക്കുണ്ടാവാം. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ അല്പം കൂടെ കൂടുതലായിട്ട് വന്നെന്നിരിക്കാം. പക്ഷേ ചിലർക്ക് ഒരു ഫെയിൻറ്റിങ് പോലെയൊക്കെ ഒരു വാക്സിൻ എടുത്തു കഴിയുമ്പോഴുള്ള ഒരു പ്രോബ്ലം ചിലർക്ക് കാണാം. പക്ഷേ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഇരുത്തി അല്ലെങ്കിൽ കിടത്തിയാണ് ഈ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. ഏത് വാക്സിൻ എടുത്താലും ഈ ഫെയിൻറ്റിങ് സാധ്യത ഉള്ളതുപോലെ മാത്രമാണിത്. അപ്പോൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ തന്നെ ഒരു 15 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യും. പിന്നെ നമുക്കറിയാം, ഒരിക്കലും ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, HPV ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ വൈറസ്, ആ സ്ട്രെയിനിലുള്ള ആ ഇൻഫെക്ഷനെ ഇല്ലാതാക്കുവാൻ ഈ വാക്സിന് സാധിക്കില്ല. പുതിയതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ വാക്സിനിൽ കവേർഡായിട്ടുള്ള സ്ട്രെയിൻസിൻ്റെ ഇൻഫെക്ഷൻ വരാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഏത് വാക്സിനിലും പലതരത്തിലുള്ള വാക്സിനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് 3 തരത്തിലുള്ള വാക്സിനാണ്. സർവറിക്സ് എന്നുള്ള വാക്സിൻ ഈ HPV 16 and 18 ഈ 2 സ്ട്രെയിനിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ബൈവാലൻ്റ് വാക്സിൻ, അതുപോലെ ഗാർഡാസിൽ അത് 4 സ്ട്രെയിനിന് അഗൻസ്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ ഗാർഡാസിൽ 9 സ്ട്രെയിനിന് അഗൻസ്റ്റ് ആയിട്ടുള്ളത്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വാക്സിനാണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 വാക്സിനുകളും ഈ 16, 18 എന്നുള്ള സ്ട്രെയിനിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള വാക്സിനാണ്. അപ്പോൾ ഒരിക്കൽ ഈ വാക്സിനേഷൻ എടുത്താൽ ഈ നേരത്തെ ഈ 16, 18 എന്നുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർക്ക് ഇത് വരാതെ
പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ വാക്സിൻ മൂലം സാധിക്കും. നമ്മൾ ഈ വാക്സിൻ നേരത്തെ എടുക്കാൻ ഒരു 11 മുതൽ 12 വയസ്സ് വരെ യൂഷ്വലി ഇത് റിക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അവർ സെക്ഷുവലി ഈ കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നതിന് മുൻപ് തന്നെ ഈ വാക്സിൻ എടുത്താൽ അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാവാതെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ സാധാരണ മറ്റുള്ള വാക്സിൻ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതെടുക്കാം. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള വൈറസിൻ്റെ ഇൻഫെക്ഷൻ അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കുമ്പോൾ അല്ലെ മറ്റുള്ള വാക്സിൻ്റെ കൂടെ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് കുഴപ്പമില്ല. സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്, അതായത് അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ എഗൻസ്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മൈനർ ഇൽനെസ്, അതായത് പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളപ്പോഴും ഇത് വാക്സിൻ എടുക്കുന്നതിന് യാതൊരു പ്രോബ്ലവുമില്ല. പിന്നെ നമ്മൾ സാധാരണ പറയുക പ്രഗ്നൻസിയിൽ ഈ വാക്സിൻ എടുക്കാറില്ല. സാധാരണ പ്രഗ്നൻറ്റ് ലേഡി ഇപ്പോൾ വാക്സിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ വാക്സിൻ നമ്മൾ അടുത്ത ലാസ്റ്റ് ഡോസ് അല്ലെങ്കിൽ സെക്കൻഡ് ഡോസൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ അത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അഡ്വൈസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു അറിയാതെ പ്രഗ്നൻസി ആണെന്നറിയാതെ ഒരു ലേഡി HPV വാക്സിൻ എടുത്തത് കൊണ്ടും പ്രശ്നമില്ല. കാരണം ഇത് ഈ HPV വാക്സിൻ എടുത്തുകൊണ്ട് പ്രഗ്നൻസിക്കോ ഒന്നും യാതൊരു പ്രോബ്ലവും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വേണ്ടത്ര സ്റ്റഡീസ് ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ HPV വാക്സിൻ പ്രഗ്നൻസിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മളുടെ ഇന്ത്യയിൽ വാക്സിനേഷൻ ഷെഡ്യൂളിൽ HPV വാക്സിൻ ഉൾപ്പെടുത്താത്തത് അതിൻ്റെ ആ കോസ്റ്റ് കൊണ്ട് തന്നെയാണ്. പക്ഷേ US പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ HPV വാക്സിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ വാക്സിൻ എടുക്കണമെന്നുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് പലരും അറിയാത്തത് കൊണ്ട് പലരും എടുക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൂടെ വേണ്ടിയാണ് ഒരു അവബോധം നൽകുന്നതിനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.